Ahora sí, la historia tendrá que contar con los pobres de América, con los explotados y vilipendiados de América. ചുരുട്ടുപുകയുന്ന ചുണ്ടുകൾ, തീക്ഷ്ണമായ നോട്ടം, തൊപ്പിയണിഞ്ഞ ആ വിപ്ലവ നായകൻ ലോകമെമ്പാടുമുള്ള ചുവരുകളിലും വസ്ത്രങ്ങളിലും മനസ്സുകളിലും ഇന്നും കെടാതെ നിൽക്കുന്ന ഒരു തീനാളം. ആരായിരുന്നു ഏണസ്റ്റോ ചെ ഗുവേര? എന്തുകൊണ്ടാണ് 39-ാം വയസ്സിൽ വെടിയേറ്റു മരിച്ചിട്ടും ഈ മനുഷ്യൻ ലോകയുവതയുടെ ഏറ്റവും വലിയ ആവേശമായി തുടരുന്നത്? 1928 ജൂൺ 14-ന് അർജന്റീനയിൽ ജനിച്ച ഏണസ്റ്റോ ഗുവേര ആഡംബരമൊന്നുമില്ലാത്ത ഒരു മധ്യവർഗ കുടുംബത്തിലെ ഡോക്ടർ വിദ്യാർത്ഥി. പക്ഷേ വിപ്ലവത്തിന്റെ വിത്തുകൾ അദ്ദേഹത്തിൽ പാകിയത് പഠനകാലത്ത് നടത്തിയ യാത്രാനുഭവങ്ങളാണ്. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ യാത്രകൾ അവിടുത്തെ സാധാരണക്കാരുടെ പട്ടിണിയും ദാരിദ്ര്യവും അമേരിക്കൻ കോർപ്പറേഷനുകളുടെ ചൂഷണവും കണ്ടപ്പോൾ ഡോക്ടറുടെ വൈറ്റ് കോട്ട് വലിച്ചെറിഞ്ഞ് അദ്ദേഹം വിപ്ലവത്തിന്റെ യൂണിഫോം എടുത്തു ധരിച്ചു. സ്നേഹത്താൽ നയിക്കപ്പെടുന്നവനാണ് യഥാർത്ഥ വിപ്ലവകാരി എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അവിടെയാണ് അർത്ഥമുണ്ടാകുന്നത്. 1955-ൽ മെക്സിക്കോയിൽ വെച്ചാണ് അദ്ദേഹം ഫിദൽ കാസ്ട്രോയെ കണ്ടുമുട്ടുന്നത്. ക്യൂബയിലെ ഏകാധിപതിയായ ഫുൾജൻസിയോ ബാറ്റിസ്റ്റയെ പുറത്താക്കാൻ ഫിദൽ രൂപീകരിച്ച 26-ാം ജൂലൈ പ്രസ്ഥാനത്തിൽ ചെ ഗുവേര പങ്കാളിയായി. എന്നേക്കാൾ ആധുനികനായ വിപ്ലവകാരി എന്നാണ് ഫിദൽ കാസ്ട്രോ ചെ ഗുവേരയെ വിശേഷിപ്പിച്ചത്. ഗറില്ല യുദ്ധമുറകളിൽ പ്രാവീണ്യം നേടിയ ചെ ക്യൂബൻ വിപ്ലവത്തിന്റെ നിർണായക ശക്തിയായി മാറി. 1959-ൽ വിപ്ലവം വിജയകരമായി പൂർത്തിയാക്കി. ക്യൂബൻ ജനതയ്ക്ക് പുതിയൊരു സൂര്യോദയമായത്. വിപ്ലവത്തിനുശേഷം ചെ ഗുവേര വെറുമൊരു പോരാളിയായി ഒതുങ്ങിയില്ല. ക്യൂബയുടെ സെൻട്രൽ ബാങ്ക് പ്രസിഡന്റ്, വ്യവസായ മന്ത്രി എന്നീ പദവികളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ക്യൂബയിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. ഭൂപരിഷ്കരണം, കൃഷിപരിഷ്കാരങ്ങൾ, ഏറ്റവും പ്രധാനം സാക്ഷരതായജ്ഞം. 1961-നെ ക്യൂബ വിദ്യാഭ്യാസ വർഷമായി പ്രഖ്യാപിച്ചു. ഏതൊരു സാധാരണക്കാരനും വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ അദ്ദേഹം പ്രയത്നിച്ചു. എന്നാൽ ഒരു രാജ്യത്തിന്റെ ഭരണത്തിൽ ഒതുങ്ങി നിൽക്കാൻ ചെ ആഗ്രഹിച്ചില്ല. ലോകത്തെവിടെയുമുള്ള ചൂഷണത്തിനെതിരെ പോരാടുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. 1965-ൽ ക്യൂബയിലെ എല്ലാ ഔദ്യോഗിക പദവികളും ഉപേക്ഷിച്ച് അദ്ദേഹം കോങ്കോയിലേക്കും പിന്നീട് ബൊളീവിയയിലേക്കും യാത്രയായി. ലോകത്തെ 2-3 വിയറ്റ്നാമുകളാക്കി മാറ്റാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ചെ ഗുവേര തന്റെ പുസ്തകമായ ഗറില്ല യുദ്ധം എന്നതിൽ ഈ തന്ത്രങ്ങൾ വിശദീകരിക്കുന്നു. ജനപിന്തുണയുടെ ആവശ്യകത, ലളിതമായ ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയ സൈന്യത്തെ നേരിടുന്ന രീതി, കാടുകളും മലകളും താവളമാക്കൽ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയസൂത്രവാക്യം. ഈ ആശയങ്ങൾ ലോകമെമ്പാടുമുള്ള വിമോചന പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. സ്വാർത്ഥതയില്ലാത്ത, സ്വന്തം രാജ്യത്തെയും ലോകത്തെയും സ്നേഹിക്കുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി. പണത്തിനുവേണ്ടിയോ വ്യക്തിപരമായ നേട്ടത്തിനുവേണ്ടിയോ അല്ലാതെ ധാർമ്മികമായ ആവേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരാൾ. അതുകൊണ്ടാണ് ക്യൂബയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ പോലും ശമ്പളം വേണ്ടെന്ന് വെച്ചത്. പണിയെടുക്കുന്നത് രാജ്യത്തോടുള്ള കടമയായിരിക്കണം എന്നദ്ദേഹം വിശ്വസിച്ചു. ലാഭത്തിനുപരി ധാർമ്മിക പ്രേരണകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹം. ഇതായിരുന്നു ചെ സ്വപ്നം കണ്ട കമ്മ്യൂണിസ്റ്റ് സമൂഹം. വിപ്ലവം ഒരിക്കലും അവസാനിക്കുന്നില്ലെന്ന് തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചയാൾ. പക്ഷേ ആ വിപ്ലവകാരിയുടെ ജീവിതത്തിന് ഒടുവിൽ തിരശ്ശീല വീഴേണ്ടിവന്നു. 1967 ഒക്ടോബർ 9. ചെ ഗുവേര എന്ന പേര് ചരിത്രത്തിൽ രക്തസാക്ഷിത്വത്തിന്റെ മഷികൊണ്ട് എഴുതപ്പെട്ട ദിവസം. ക്യൂബയിൽ അധികാരം വേണ്ടെന്നുവെച്ച് ചെ ഗുവേര തന്റെ വിപ്ലവം ആഗോളവൽക്കരിക്കാൻ തീരുമാനിച്ചു. കോങ്കോയിലെ പരാജയത്തിനുശേഷം 1966-ൽ അദ്ദേഹം തന്റെ അവസാന പോരാട്ടഭൂമിയായ ബൊളീവിയയിലെത്തി. ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ വിപ്ലവം ആളിക്കത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. എന്നാൽ ക്യൂബയിലുണ്ടായിരുന്ന സാഹചര്യമായിരുന്നില്ല ബൊളീവിയയിൽ. ജനങ്ങളുടെ പിന്തുണ കുറവായിരുന്നു, ഭൂപ്രകൃതി കഠിനമായിരുന്നു, ആശയവിനിമയം തടസ്സപ്പെട്ടു. ചെ ഗുവേരയുടെ നീക്കങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്ക് ഭീഷണിയായിരുന്നു. അദ്ദേഹത്തെ പിടികൂടാൻ CIA-യുടെ സഹായത്തോടെ ബൊളീവിയൻ സൈന്യത്തിന് പ്രത്യേക പരിശീലനം നൽകി. US സ്പെഷ്യൽ ഫോഴ്സ് നേരിട്ടിടപെട്ടു. 1967 ഒക്ടോബർ 8. തെക്കുപടിഞ്ഞാറൻ ബൊളീവിയയിലെ ക്യൂബ്രാഡ ഡെൽ യൂറോ എന്ന മലയിടുക്കിൽ വെച്ച് ചെ ഗുവേരയുടെ ഗറില്ല സംഘം സൈന്യത്തിന്റെ വലയിൽ വീണു. ഏറ്റുമുട്ടലിനിടെ ചെ ഗുവേരയ്ക്ക് കാലിനു പരിക്കേറ്റു. കൂടാതെ ആസ്മയും അദ്ദേഹത്തെ വലച്ചു. തന്റെ അവസാനത്തെ വെടിയുണ്ട ഉപയോഗിക്കാനാവാതെ അദ്ദേഹം ബൊളീവിയൻ സൈന്യത്തിന്റെ പിടിയിലായി. അദ്ദേഹത്തെ അടുത്തുള്ള ലാ ഹിഗ്വേര എന്ന കുഗ്രാമത്തിലെ ഒരു തകർന്ന സ്കൂൾ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നു. അടുത്ത 24 മണിക്കൂർ ഈ സ്കൂളാണ് വിപ്ലവ ചരിത്രത്തിലെ അവസാന അധ്യായത്തിന് സാക്ഷ്യം വഹിച്ചത്. അവിടെ വെച്ച് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെട്ടു. എങ്കിലും ചെ ഗുവേരയുടെ കണ്ണുകളിലെ തീക്ഷ്ണത കണ്ട സൈനികർ പോലും ഭയന്നു. ചെ ഗുവേരയെ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് ബൊളീവിയൻ സർക്കാരിലും US ഉദ്യോഗസ്ഥർക്കിടയിലും തർക്കമുണ്ടായി. വിചാരണ ചെയ്താൽ ലോകശ്രദ്ധ ആകർഷിക്കുകയും അദ്ദേഹത്തിന് വീണ്ടും ജനപിന്തുണ ലഭിക്കുകയും ചെയ്യുമെന്ന് അവർ ഭയന്നു. ഒടുവിൽ ബൊളീവിയൻ പ്രസിഡന്റ് റേനെ ബാരിയന്റോസ് അദ്ദേഹത്തെ ഉടൻ വധിക്കാൻ ഉത്തരവിട്ടു. 1967 ഒക്ടോബർ 9.
ഉത്തരവ് നടപ്പാക്കാൻ മാരിയോ ടെരാൻ എന്ന സൈനികൻ മുറിയിലേക്ക് പ്രവേശിച്ചു. തന്റെ അന്ത്യം ഉറപ്പായെന്നറിഞ്ഞ ചെ ഗുവേര ശാന്തനായിരുന്നു. ചെ ഗുവേരയുടെ വാക്കുകൾ: നിറയൊഴിക്കൂ ഭീരു, നീ ഒരു മനുഷ്യനെ മാത്രമാണ് കൊല്ലാൻ പോകുന്നത്. ചെ ഗുവേരയെ വധിച്ച ശേഷം ലോകത്തെ വിപ്ലവകാരികളെ ഭയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ മൃതദേഹം വാലിഗ്രാൻഡെ വ്യോമതാവളത്തിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വിരലുകൾ മുറിച്ചുമാറ്റി ഫിംഗർ പ്രിന്റ് പരിശോധനയ്ക്ക് അയച്ചു. അധികം വൈകാതെ മൃതദേഹം രഹസ്യമായി സംസ്കരിച്ചു. എന്നാൽ ഈ മരണം ചെ ഗുവേരയെ ഒരു മിഥ്യയാക്കി മാറ്റി. 1997 അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ കണ്ടെത്തി ക്യൂബയിലേക്ക് കൊണ്ടുവരികയും സാന്താ ക്ലാരയിൽ വിപ്ലവനായകന് അർഹമായ സ്മാരകം പണിയുകയും ചെയ്തു. മരണം അദ്ദേഹത്തെ ഒരു വ്യക്തി എന്നതിലുപരി ഒരു പ്രതിരോധത്തിന്റെ പ്രതീകമായി മാറ്റി. ഇന്ന് ചെ ഗുവേര വെറുമൊരു ചരിത്രമല്ല, ചൂഷണത്തിനെതിരെയും അനീതിക്കെതിരെയും തലയുയർത്തിപ്പിടിച്ചു നിൽക്കാൻ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഒരു ആശയമാണ്, ഒരു പ്രതീക്ഷയാണ്. വിപ്ലവം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ചെ ഗുവേരയുടെ ജീവിതകഥ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ ചരിത്രകഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം.